നമ്മുടെ എല്ലാവരെയും വീട്ടിൽ പാല് വാങ്ങാറുണ്ട്. എന്നും ഒന്നോ രണ്ടോ കവർ നമുക്ക് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചധികം കവറുകൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് അടുക്കളയിൽ എന്നും എപ്പോഴും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചധികം നല്ല ടിപ്സുകൾ കാണിച്ചു തരുന്നുണ്ട്. ഒരു ടിപ്സ് എങ്കിലും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ട് വരും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇത് നമ്മൾ ഇപ്പം കളയാൻ നമ്മൾ പ്ലാസ്റ്റിക് അവർക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണല്ലോ, വെയിലത്ത് വെച്ച് ഉണക്കി ക്ലീൻ ചെയ്തിട്ട്. അപ്പം അങ്ങനെ ചെയ്തെടുക്കുന്ന കവറുകൾ നമ്മൾ ഇതുപോലെ ഇപ്പം ഞാൻ നെയിൽ പോളിഷ് റിമൂവറില്ലേ, അതുകൊണ്ട് ഒരു കോട്ടൺ തുണിയിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് മൊത്തം നമുക്ക് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. എല്ലാത്തിലും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഫുള്ളായിട്ട് അതിൻ്റെ ആ ഒരു കളറ് മൊത്തം കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. നമ്മൾ കുറച്ചധികം ഇതുപോലെ നമ്മൾ അടുക്കളയിൽ ഷെൽഫിൽ നമ്മൾ പാൽ കവർ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം പല കാര്യങ്ങൾ, എല്ലാ ടിപ്സും എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണുക കേട്ടോ. വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം സിഗ്ലോക്ക് കവറുകൾ വലുതാണ് കിട്ടുന്നത്. നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് ഈ വലിയ കവറിൽ വെച്ച് മടക്കിയൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല. പാൽ കവർ ഉണ്ടെങ്കിൽ നമുക്കത് അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് റബ്ബർ ബാൻഡ് കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചാലും മതി. അതുപോലെ നമുക്ക് എപ്പോഴും സിബ്ലോക്ക് കവർ വീട്ടിലുണ്ടാകണമെന്നില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ പാൽ കവർ നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ തന്നെ ഒരു എഫക്റ്റ് നമുക്ക് ഇതിന് കിട്ടുന്നതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നമ്മൾ കത്തി കൊണ്ടൊന്ന് ചൂടാക്കി അതിൻ്റെ സൈഡൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് തന്നെ എയർ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് ഈ ഒരു കവറിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഈ ഒരു കളർ കളയണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് കളയണം കേട്ടോ. ഞാനിത് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ 2-3 ദിവസത്തേക്ക് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ നമുക്ക് ഒരു 3 ദിവസമെങ്കിലും ഇതുപോലെ ചെയ്തു വെച്ചാൽ വളരെ എളുപ്പത്തിൽ എടുക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. നമ്മൾ ഇത് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൽ പച്ചമുളക് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ മല്ലിയില വെക്കുന്നുണ്ട്, അതുപോലെ കറിവേപ്പിലയും വെക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ ഓരോ പാത്രത്തിലിട്ട് വെക്കുമ്പം അത് ഓരോന്നെടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. രാവിലെ കുറേ ജോലികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലിപ്പിൽ നമ്മൾ തുണി പറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി വയ്ക്കുന്ന ആ ഒരു ക്ലിപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇത് നമുക്ക് എപ്പോഴും നമ്മളെ കൈ കൊണ്ടൊന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കണ്ടെയ്നർ തുറന്ന് അടച്ച് എടുത്ത് വെച്ച്, അതുമല്ല നമ്മൾ കുറച്ചധികം സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഈ കണ്ടെയ്നർ തുറന്നു അടച്ചും വെക്കുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അത് എപ്പോഴും തുറക്കേണ്ട ആവശ്യമില്ല. അത് ചീത്താകിയില്ല. പെട്ടെന്ന് നമുക്ക് നമ്മളെ പണികൾ പെട്ടെന്ന് കഴിയും. എന്നിട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ആ ഒരു ഇതിലേക്ക് മുട്ടിച്ച് വെച്ചാൽ മതി. നമ്മൾ ഫ്രിഡ്ജ് അടയുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. നല്ല സൂപ്പറായിട്ട് തന്നെ അടഞ്ഞു കിട്ടുന്നതാണ്. അതുമല്ല നമുക്ക് ഒരു ഭംഗിയുണ്ട്, ഒരു അഭംഗിയില്ല. അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണ്. ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പാൽ കവർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. സോപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുക. നമ്മൾ
ഉണക്കി എടുക്കണമെന്നൊന്നുമില്ല, അതിൻ്റെ കളറൊന്നും കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു സൈഡ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വളരെയധികം കൈപ്പാടുകൾ, അതുപോലെ തന്നെ നമ്മൾ ഹറിബറിയിൽ നമ്മൾ എന്താ പറയുക, കൈ കൊണ്ട് ചിലപ്പോൾ കയ്യിൽ എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് തുറക്കുകയൊക്കെ ചെയ്യും. അതുമല്ല നമ്മളെപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് പെട്ടെന്ന് പൊടി പിടിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു പാൽ കവർ കൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് തുടച്ചാൽ മതി. നല്ല ക്ലീൻ ആയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. നമ്മളല്ലെങ്കിൽ 2 or 3 പ്രാവശ്യം തുടക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഉണക്ക തുണി വെച്ചിട്ട് ഒരു പ്രാവശ്യം തുടച്ചാലൊന്നും ക്ലീൻ ആവില്ലല്ലോ. പക്ഷേ ഈ ഒരു പാൽ കവർ കൊണ്ട് ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ ഇതുപോലുള്ള സ്റ്റാൻഡുകളിലെ നമ്മളെ സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളിൽ എണ്ണ വെക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇത്തിരി എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഷെൽഫ് മൊത്തം അത് സ്പ്രെഡ് ആകും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പാൽ കവർ ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്ത പാൽ കവറാണ് എടുക്കുന്നത്. അത് നമ്മൾ ആ ഒരു പ്രിൻ്റൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഈ ഒരു ഷീറ്റ് മാറ്റിക്കൊടുത്ത് വേറൊരു ഷീറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ അഴുക്കോ പൊടിയോ എന്താ പറയുക തുരുമ്പ് പിടിക്കലോ ഒന്നും ഉണ്ടാവില്ല. നല്ല ക്ലീനായിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് പൂപ്പലൊന്നും വരാതിരിക്കാനായിട്ട് ഇതുപോലെ പാൽ കവർ, ക്ലീൻ ചെയ്ത പാൽ കവർ ഇതുപോലെ ടൈറ്റ് ചെയ്ത് നല്ല എയർ ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ലൂസായിട്ടുള്ള മൂടികളുള്ള കണ്ടെയ്നറൊന്നും നിങ്ങൾ ഇനി കളയേണ്ട കാര്യമില്ല. ഇതുപോലെ നിങ്ങൾ പാൽ കവർ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇരിക്കും. അടുത്തായിട്ട് ഇടികല്ലില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാട്ടോ. ഇതുപോലെ ഒരു പാത്രം എടുക്കുക, കുഴിയാൻ പാത്രം എടുക്കുക. അല്ലെങ്കിൽ ഇടികല്ല് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം പാൽ കവർ, ക്ലീൻ ചെയ്ത പാൽ കവർ എടുത്തിട്ട് അതിൻ്റെ നടുവിന് റൗണ്ടിൽ ഒരു ഓട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഓട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു നമ്മൾ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഒരു ബാൻഡ് കൊണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇടിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇടികല്ലിൽ തന്നെ ചതക്കുകയാണെങ്കിൽ പുറത്തേക്ക് തെറിച്ചു പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഇടികല്ലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ മരത്തിൻ്റെ സ്പൂണുകളൊക്കെ ഉണ്ടാവില്ലേ, കയ്യിലുകളൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഇതുപോലെ ചതച്ച് കഴിഞ്ഞാൽ നല്ല ചതഞ്ഞ് നല്ല പോലെ തന്നെ ഇടികല്ലിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ചതഞ്ഞ് കിട്ടുന്നതാണ്. അതുപോലെ ഇടികല്ലുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ പാൽ കവർ കൊണ്ട് റബ്ബർ കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മളെ പാറ്റ പല്ലിയൊക്കെ വന്ന് അതിൽ എന്താണെന്ന് പറയുക, അതിലിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സേഫ്റ്റി ആയിട്ട് ഇരിക്കാനായിട്ട് ഇടികല്ലിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടികളെ മരുന്നുകളൊക്കെ ബാഗിൽ കൊട്ടിപ്പോകും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു പേടിയും വേണ്ട, നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പാൽ കവർ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്പോഞ്ച് കൊണ്ടാണ് നമ്മൾ പാത്രങ്ങൾ കഴുകുന്നതെങ്കിൽ സ്പോഞ്ചൊക്കെ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് കഴുകണം. അതിൽ അണുക്കൾ കൂടുതൽ പെട്ടെന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞത്. സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ കയറിയിട്ട് നമ്മളത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് കഴുകുക അങ്ങനെയൊക്കെയുള്ള പാടുണ്ടല്ലോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ അതൊന്ന് വെട്ടിയെടുത്തതിന് ശേഷം അത് ഈവണായിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം തേപ്പൊട്ടി കൊണ്ട് 2 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഒന്ന് വെച്ച് കൊടുത്താൽ മതി, നല്ലപോലെ തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത് നല്ല ഒരു സ്ക്രബ്ബറായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ കരി പിടിച്ച പാത്രങ്ങളൊന്നും കഴുകാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ പ്ലേറ്റുകൾ, അതുപോലെ സെറാമിക് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, നമ്മൾ ചട്ടി അങ്ങനെയൊക്കെ നമുക്ക് കഴുകാൻ സാധിക്കും. അടി പിടിച്ചത് കഴുകാനൊന്നും സാധിക്കില്ല. മെഴുക്കുള്ള സാധനങ്ങളൊന്നും പറ്റില്ല. ഇതുപോലെയൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ്. സ്പോഞ്ച് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഇത് ഉപയോഗിക്കുക. ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്തിട്ട് അത് നമുക്ക് കളയാവുന്നതാണ്. ആഴ്ചയിൽ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ എപ്പോഴും പാൽ വാങ്ങുന്നതാണ് കവർ നമ്മളെ കയ്യിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ രാവിലെ തന്നെ സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമ്മൾ കുറേ ക്ലീൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയാണെങ്കിലും അതിൻ്റെ വേസ്റ്റ് ആണെങ്കിലും നമ്മൾ എത്ര ശ്രമിച്ചാലും അവിടെ ഇവിടെയൊക്കെ വീഴും അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് കട്ടിൻ ബോർഡിൽ വെച്ചിട്ട് ഈ ഒരു പാൽ കവർ 2 സൈഡും ഒന്ന് വെട്ടിക്കൊടുക്കുക. 1 ഇഞ്ച് വീതം വെട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തത് വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടില്ലേ. അപ്പോൾ ഒരു തരി പോലും നമ്മളെ ചുറ്റിനും വീണിട്ടില്ല. ക്ലീനിങ് നമുക്ക് വളരെ എളുപ്പമാകും കേട്ടോ. അതുപോലെ തന്നെ പച്ചക്കറി അരിയുമ്പോൾ ഇതുപോലെ നമുക്ക് സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് പിന്നെ ലാസ്റ്റ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അത് വേസ്റ്റിലേക്ക് ഇട്ടാൽ മതി. അതുപോലെ ബീൻസ് ആണെങ്കിൽ, അച്ചിങ്ങ ആണെങ്കിൽ, അതുപോലുള്ള ഐറ്റംസ് നമ്മൾ ഇതുപോലെ ഒറ്റയടിക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഒരു പാൽ കവർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ ഒക്കെ കിട്ടുമ്പോൾ ജോലിക്കാരാണെങ്കിൽ ഇതുപോലെ പലതരം വെറൈറ്റി പച്ചക്കറികൾ അരിഞ്ഞതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നറിൽ ഒരു 3-4 എണ്ണം നമുക്ക് ഇതിൽ വെക്കാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. യാതൊരു കേടുപാടും ഇല്ലാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് എടുത്ത പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഓരോന്നും ഓരോ പാത്രത്തിലിട്ട് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറേ സ്പേസ് വേണം. പക്ഷെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഒരു പാൽ കവറിൽ ഒരു കണ്ടെയ്നറിൽ തന്നെ 4-5 പച്ചക്കറി വെക്കുമ്പോൾ സ്പേസ് വളരെ കുറവ് മതി. അതുപോലെ തന്നെ ചപ്പാത്തി ബാക്കി വന്ന പൊടിയാണെങ്കിലും നമ്മൾ ഈ ഒരു പാൽ കവറിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ദിവസവും ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ചപ്പാത്തി ഇതുപോലെ കുഴച്ച് ഓരോ പാൽ കവറിലും വെക്കുക. എല്ലാ ദിവസവും രാത്രി എടുത്ത് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഞാൻ സ്പീഡിനാണ് നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ കുറേ ടിപ്സുകളുണ്ട് അതിൽ കാണിച്ചു തരുന്നത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് പാൽ കവറിൽ ഇതുപോലെ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും പരത്തേണ്ട യാതൊരു കാര്യമില്ല. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ എണ്ണ തേച്ച ആ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഈ ഒരു പാത്രം കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നല്ല നമ്മൾ പരത്തിയെടുക്കുന്ന പോലെ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ പരത്തി കുറേ സമയമൊന്നും കളയേണ്ട കാര്യമില്ല. ഈ ഒരു പാൽ കവർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ചപ്പാത്തി പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പരത്താൻ അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പാൽ കവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഐസാക്കി എടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫ്രിഡ്ജിൽ എന്നും എപ്പോഴും ആവശ്യമായിട്ടുള്ളതാണ്. നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ വീഴുകയാണെങ്കിൽ വല്ല ചതവോ മുറിവോ ഒക്കെ പറ്റിയാൽ അതിൽ ഇപ്പോൾ ബ്ലഡൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഐസ് വെച്ച് കൊടുത്താൽ ആ ബ്ലഡ് നിൽക്കാനൊക്കെ വളരെ സഹായിക്കും. അതുപോലെ നമുക്ക് ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവില്ലേ, പല രീതിയിലുള്ള ജോയിൻറ്റ് പെയിനുകൾ, അതിനൊക്കെ നമുക്ക് ഈ ഒരു ഐസ് വെച്ച് കൊടുത്താൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഐസ് ഇതുപോലെ ഫ്രിഡ്ജിൽ എന്നും വെക്കുക. അതുപോലെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ ഒരു തുണിയുടെ പുതുമ നഷ്ടപ്പെടുക, അത് ഈട് കുറയുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ പാൽ കവറിൽ ഐസാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ വാഷിംഗ് മെഷീൻ ചൂടാകുമ്പോഴും കൂടുതൽ കറണ്ട് ആകുന്നത്. അപ്പോൾ ആ ചൂടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും വളരെ നല്ലതാണ്. തുണികൾ പുത്തനായിട്ട് എപ്പോഴും ഇരിക്കാനും സഹായിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.